എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റിനെ കുറിച്ചാണ്. അപ്പം ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിലൂടെ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ മൊബൈലിൽ എങ്ങനെയാണ്, ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ മീറ്റിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ബ്രൗസർ തുറന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ ജിമെയിൽ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസർ ഏതാണോ അത് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ മറ്റുള്ള മെയിലുകൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എക്സ്പ്ലോറർ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ജിമെയിലിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് തുറന്നു വരുന്നത്. നമ്മൾ തുറന്നു വരുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ കാണാം, സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഗൂഗിൾ മീറ്റിൻ്റെ, അല്ലെങ്കിൽ ജോയിൻ എ മീറ്റിംഗ് എന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നൊരു വിൻഡോ കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഇനി ഇത് ഓപ്പൺ ആക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന് ശേഷം നമുക്ക് ഈ ലിങ്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി മൊബൈലിൽ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മൊബൈലിൽ ജസ്റ്റ് നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് മൊബൈലിൽ യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആപ്പ് ഉണ്ടെങ്കിലേ സാധിക്കൂ. ഓക്കെ, ഗൂഗിൾ മീറ്റ് എന്നുള്ളത് വന്നു. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജെനുവിൻ ആണോ എന്ന് നോക്കുന്നത് ഇതിൻ്റെ അടിയിൽ, ഗൂഗിൾ മീറ്റിൻ്റെ അടിയിൽ കണ്ടില്ലോ, ഗൂഗിൾ LLC എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇനി ഇൻസ്റ്റാൾ ആയ ശേഷം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ആദ്യമേ തന്നെ അതിൻ്റെ ടേംസും കണ്ടീഷനും ഒക്കെയാണ്. നമ്മുടെ വീഡിയോ ഓഡിയോ ഒക്കെ അലോ ചെയ്ത് കൊടുക്കണം, എന്നെങ്കിൽ അത് റെക്കോർഡ് ആകത്തുള്ളൂ. ഇനിയിപ്പോൾ അത് ഏത് മെയിൽ ഐ ഡി ആണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ മെയിൽ ഐ ഡിയും സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പേജാണ് വരുന്നത്. ഇതിനകത്ത് ന്യൂ മീറ്റിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് കോഡ്, ഇപ്പം മീറ്റിംഗ് കോഡ് എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള ഒരു മീറ്റിംഗ് കോഡ് നമ്മൾ കണ്ടായിരുന്നല്ലോ, നമുക്കത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ സിസ്റ്റത്തിൽ കാണുന്ന മീറ്റിംഗ് കോഡ് ഞാനിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നേരെ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. meet.google ഒരു സെക്കൻഡ്, ഞാനൊന്ന് എൻറ്റർ ചെയ്തോട്ടെ. ഓക്കെ, അത് ജോയിൻ എന്ന് കാണിക്കുന്നുണ്ട്. എന്താ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിത് കണ്ടു നോക്കാം. ഓക്കെ, ആ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഞാനതിൽ ഇന്നായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മുടെ ഇവിടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അതുകൂടെ ഒന്ന് കൊടുത്തു നോക്കാം. നമ്മൾ മെയിൽ ഐ ഡി അയച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ അഡ്മിറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും, ഓക്കെ, അഡ്മിറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അഡ്മിറ്റ് കൊടുത്തു.
ഇനിയിപ്പം ഓഡിയോ ഡബിൾ ചെയ്ത് കേൾക്കും, കാരണം വീഡിയോയിലും ഒക്കെ എൻ്റെ ഓഡിയോയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒന്നും കൂടി ജോയിൻ കാണിക്കാം. ഇപ്പോൾ ജോയിൻ എന്നും പറഞ്ഞു പുറത്ത് വന്നു. ഓക്കെ, കണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ കാണും, റൈറ്റ് സൈഡിൽ താഴെ കോർണറായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതായിരിക്കും. ഇനി ഇത് കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇത് ഇവിടെ ഈ ഡിസ്കണക്റ്റ് ബട്ടണിൽ ഞെക്കിയാൽ മതി. അത് കഴിഞ്ഞ് മൊബൈലിൽ നിന്ന് എക്സിറ്റ് ആകാനായിട്ടും ആ ഡിസ്കണക്റ്റ് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ഇനിയിപ്പം ഇന്നത്തെ കാര്യം ഇപ്പം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുന്നത്? ഇത് വേറൊന്നിനുമല്ല ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാകാത്തതിൻ്റെ പേരിൽ സൂം പോലെയുള്ള ചൈനീസ് ആപ്പുകൾ നിങ്ങളാരും ഉപയോഗിക്കരുത്. കാരണം ഇപ്പോൾ ബോയ്ക്കോട്ട് ചൈന എന്നും പറഞ്ഞൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകാനായിട്ട് ഞാനും നിങ്ങൾ ഓരോരുത്തരോട് അപേക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് ഈ സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോയിനിങ്ങിലേക്ക് പോകും. ഇതിനകത്ത് നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് ആഡ് ചെയ്യാനും എളുപ്പമാണ്. ഈ ക്യാമറ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. എങ്കിൽ ക്യാമറയും മൈക്കും ഇതുപോലെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പ്രസൻ്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് അവർക്ക് പോകും. എന്നിട്ട് നമ്മൾ ഈ പ്രസൻ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുണ്ടെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ ആരെയും ആഡ് ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ഗ്രൂപ്പ്, ഐ മീൻ മെയിൽ ഐ ഡി ആയതുകൊണ്ട് മറ്റൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഈ കാണിച്ചു തന്നത് വളരെ ക്ലിയർ ആണോ എന്നെനിക്ക് ഒരു സംശയമുണ്ട്. എങ്കിലും ഇപ്പോൾ ഇതാണ് ഗൂഗിൾ മീറ്റ്. അങ്ങനെ നിങ്ങൾക്കൊരു അവബോധം തരാനായിട്ട് സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിനകത്ത് ധാരാളം പേരെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ദിവസം ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അത് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഹൗ ടു ഇൻസ്റ്റാൾ വാട്സാപ്പ് ഓൺ വിൻഡോസ് 10 PC എന്നുള്ള വീഡിയോ 3K എബോവ് വ്യൂസ് ആയിട്ടുണ്ട്. അത് കണ്ട് സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കേസിലേക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.